ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസ്. എന്താണ് നമുക്ക് പോളിനോമിയൽ നോക്കാം. ഫസ്റ്റ്ലി നമുക്കൊരു ലീനിയർ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് 5x² + 2y - 7. ഇറ്റ്സ് എ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ ഓരോ ടേംസ് എന്താണെന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് വേരിയബിൾസ് ഉണ്ട്. വേരിയബിൾസ് ആയിട്ട് 2 വേരിയബിൾസാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സ് ആൻഡ് വൈ ആർ ദ വേരിയബിൾസ്. ദാറ്റ് ഈസ് x² ആൻഡ് y. സോ വേരിയബിൾസ് എന്ന് പറയുന്നത് എ സിമ്പിൾ, ദാറ്റ് ഈസ് എ ലെറ്റർ. നമ്മുടെ ആൽഫബറ്റ്സ് A to Z വരെയുള്ള ആൽഫബറ്റ്സിൽ നമുക്ക് യൂസ് ചെയ്യുന്ന, നമ്മൾ എടുക്കുന്ന ലെറ്റേഴ്സ്, നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് XYZ എന്ന 3 ലെറ്റേഴ്സ് ആയിരിക്കും കോമൺലി നമ്മൾ യൂസ് ചെയ്യുക. ഓർ A ആൻഡ് Bയും യൂസ് ചെയ്യാം. സോ എക്സും വൈയും ആണ് ഇവിടുത്തെ വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾ, ദ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ എ വേരിയബിൾ, വേരിയബിളായിട്ട് മൾട്ടിപ്ലൈഡ് ആവുന്ന നമ്പർ, ദാറ്റ് ഈസ് 5. അതുപോലെ x² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന, അതായത് x² എന്ന വേരിയബിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറാണ് 5. y എന്ന വേരിയബിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ 2. സോ y 5 ആൻഡ് 2നെ നമ്മൾ പറയുന്ന ഒരു നൈമിംഗ് ഉണ്ട്. 5 ആൻഡ് 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ കോഎഫിഷ്യൻസ്. നമുക്ക് കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കാം. ഇവിടെ എക്സും വൈനെ എന്തെന്ന് പറയാം? വേരിയബിൾസ്. എക്സും വൈയും വേരിയബിൾസ് എന്ന് പറയാം. ആൻഡ് ദെൻ ഇവിടെ ഒരു -7 എന്നൊരു നമ്പർ മാത്രമായിട്ടുണ്ട്. എ നമ്പർ ദാറ്റ് റിമെയിൻസ് ഫിക്സഡ് ആൻഡ് ഹാസ് നോ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി അറ്റാച്ച്ഡ്. ആ നമ്പർ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, ഒരു വേരിയബിൾ അറ്റാച്ച്ഡ് അല്ലായിരിക്കും. ദാറ്റ് നമ്പർ ഈസ് നോൺ ആസ് കോൺസ്റ്റൻറ്റ്. ആ നമ്പറിനെ നമുക്ക് കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കാം. സോ ഇവിടെ നമ്മൾ കോഎഫിഷ്യൻ്റ് എന്താണെന്ന്, വേരിയബിൾസ് എന്താണെന്ന്, കോൺസ്റ്റൻ്റ് എന്താണെന്ന് നോക്കി. ഇനി എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ദാറ്റ് ഈസ് x², 2. ദാറ്റ് ഈസ് എക്സ്പോണൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? പവർ എന്ന് പറയാം. ദാറ്റ് ഈസ് എക്സ്പോണൻറ്റ് എന്ന് പറയാം. എ നമ്പർ ഷോയിങ് ഹൗ മെനി ടൈംസ് ടു മൾട്ടിപ്ലൈ ദ ബേസ് ഇറ്റ്സെൽഫ്. അവിടുത്തെ ബേസ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് എന്ന വേരിയബിൾ എത്ര ടൈംസ് മൾട്ടിപ്ലൈഡ് ആകും എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ ഷോണപ്പ് ചെയ്യുന്നത്. സോ വേരിയബിൾസ്, കോഎഫിഷ്യൻറ്റ്, കോൺസ്റ്റൻറ്റ്, എക്സ്പോണൻറ്റ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലീനിയർ പോളിനോമിയൽസിനെ. ലീനിയർ പോളിനോമിയൽസിനെ നമുക്ക് യൂണിവേരിയേറ്റ് പോളിനോമിയൽസ് എന്ന് വിളിക്കാം. ലീനിയർ പോളിനോമിയൽസിനെ നമ്മൾ കോമൺലി പറയുന്ന പേര് പോളിനോമിയൽ, സോ ഓർ യൂണിവേരിയേറ്റ് പോളിനോമിയൽ എന്നും കൂടി നമുക്ക് വിളിക്കാവുന്നതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൺലി 1 വേരിയബിൾ പോളിനോമിയലാണ്. അതായത് ഒറ്റ വേരിയബിൾ. എക്സ് ആണെങ്കിൽ ത്രൂ ഔട്ട്ലി എക്സ്പ്രഷനിൽ എക്സ് മാത്രം എന്നുള്ള വേരിയബിൾ ആയിരിക്കും. വൈ ആണെങ്കിൽ ത്രൂ ഔട്ട്ലി വൈ ആയിരിക്കും. ഓൺലി 1 വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ടുള്ള പോളിനോമിയൽസ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. ഒരു പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുക. പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ, ദാറ്റ് ഈസ് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. 3x² + 4x + 5. ദറ്റ് ഈസ് എ പോളിനോമിയൽ, 1 വേരിയബിൾ പോളിനോമിയൽ. ഈ 1 വേരിയബിൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ വേരിയബിൾസ് എന്ന് പറയുന്നത് x² ആൻഡ് x. ആ വേരിയബിൾസിൻ്റെ ഹയസ്റ്റ് പവർ ഏതാന്ന് നോക്കുക. ഹയസ്റ്റ് പവർ എന്ന് പറയുമ്പോൾ x², ദാറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 2 ആണ്. ദെൻ അനദർ ഒരു പോളിനോമിയൽ നോക്കാം. 5y³ + y² - 8. ദാറ്റ് ഈസ് ദ അനദർ പോളിനോമിയൽ. ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണെന്ന് നോക്കാം. ഇവിടുത്തെ ഹയസ്റ്റ് പവർ, അതായത് ഈ വേരിയബിൾസിൻ്റെ ഹയസ്റ്റ് പവർ നോക്കുക. ദാറ്റ് ഈസ് ദ ക്യൂബ്. ദാറ്റ് ഈസ് 3 ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദ പോളിനോമിയൽ. ദാറ്റ് ഈസ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി പോളിനോമിയൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ലീനിയർ പോളിനോമിയൽ. എന്താണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്? ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. അവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഡിഗ്രി 1. ആ സച്ച് പോളിനോമിയൽസ്, ദാറ്റ് സച്ച് പോളിനോമിയൽസ് ആർ കാൾഡ് ലീനിയർ പോളിനോമിയൽസ്. ഈ പോളിനോമിയൽസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ദാറ്റ് ഈസ് 3x + 7 ഈസ് എ എക്സാമ്പിൾ. ദെൻ 4y. ദെൻ നെക്സ്റ്റ് വൺ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. Quadratic polynomial, the degree of the polynomial is 2. Quadratic polynomial degree എന്ന് പറയുന്നത്, degree means highest power of the variable 2 ആയിരിക്കും. That is example 4x² - 5, 3x² + 5x - 6. That is the example. Then third one,
cubic polynomial. That is the degree of the polynomial is 3. Example 5y cube minus 2y square plus 3y. That is the example. So at last one is the constant polynomial. Constant polynomial, no ഡിഗ്രി ദ ഡിഗ്രി എന്ന് പറയുന്നത് 0. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്, ഇപ്പോൾ എക്സാമ്പിൾ കോൺസ്റ്റൻറ്റ് 1 ആണെങ്കിൽ 1 ഈസ് ദ കോൺസ്റ്റൻറ്റ്, സോ നോ ഡിഗ്രി ഇൻ ദിസ് പോളിനോമിയൽ. സോ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്, ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ വേരിയബിളിൻ്റെ ഫസ്റ്റ് പോർഷനാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഫസ്റ്റ് എക്സസൈസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.